നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ആഗസ്റ്റ് മാസത്തെ അത്തം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കുക. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായ ഗുണഫലങ്ങൾക്ക് യോഗമുള്ള ഒരു മാസമാണ്. ശരിക്കും പറഞ്ഞാൽ രാജയോഗമുള്ളൊരു മാസം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ യോഗമുള്ള സമയമാണ്. ഇതിൻ്റെ അകത്ത് ആകപ്പാടെ ദോഷമുള്ളത് ലഗ്നാൽ ശത്രുസ്ഥാനാധിപതിയായിരിക്കുന്ന ശനി 7ാം ഭാവത്തിൽ നിൽക്കുകയും 7ാം ഭാവത്തിൽ അമൃതദോഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത് ദോഷമാണ്. ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ, പൂർവ്വജന്മ ദുരിതം അനുഭവിക്കാനൊരു യോഗമുണ്ട്. അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ അത്ര സുഖം കിട്ടാനുള്ള സാധ്യതയില്ല. ശാരീരികമായിട്ട് ഉദരസംബന്ധമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും നടുവേദന പോലെയുള്ള രോഗങ്ങൾക്കോ സാധ്യതയുണ്ട്. എന്നാൽ ലഗ്നത്തിൽ ഭോഗകാരകനായിരിക്കുന്ന ശുക്രൻ ഭാഗ്യാധിപത്യം വഹിച്ചേക്കുന്ന കാരണം കൊണ്ട് എല്ലാ ഭൗതികമായ മറ്റു സുഖങ്ങളും അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. നല്ല ഭക്ഷണം, വസ്ത്രം, യാത്രാസുഖം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാകും. മാനസികമായിട്ട് എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ തൊഴിലിൽ നേതൃത്വ സ്ഥാനാധിപത്യം ഉണ്ടാകും. മറ്റുള്ളവരെ നിയന്ത്രിക്കുന്ന രീതിയിലും തൊഴിലിൽ നിന്നും വരുമാന വർധനവും ഉണ്ടാകും. കാരണം കർമാധിപതി ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. നിപുണായോഗം ചെയ്ത് നിൽക്കുന്ന കാരണം കൊണ്ട് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും. സംസാരം കൊണ്ട് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിക്കാനും അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. വ്യാഴം ഉച്ചബലവാനായിട്ടാണ് സർവാഭിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ നല്ല ദൈവാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിരിക്കുന്ന സാമ്പത്തികമായ നേട്ടങ്ങൾ അനുഭവിക്കാനും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അഭിവൃദ്ധി, ഉയർച്ച ഉണ്ടാകാനും യോഗമുള്ള സമയമാണ്. എന്നാൽ 10 രൂപ കൈ കിട്ടി 20 രൂപ ചിലവാകും. അങ്ങനെ ഒരു ദോഷമുണ്ട്. 12ാം ഭാവത്തിൽ ക്ഷുദ്രകാരകനായിരിക്കുന്ന ഘണ്ണകാരകനായിരിക്കുന്ന കേതുവാണ്. അപ്പോൾ കേതു 12ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം കാൽപാദത്തിന് വേദനയുള്ള പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഗ്യാസ്ട്രിക് പോലുള്ള രോഗങ്ങൾക്ക് യോഗമുണ്ട്. എന്നാൽ നിപുണായോഗം ചെയ്ത ആദിത്യനും ബുധനും വ്യാഴത്തോടൊപ്പം ചേർന്നാണ് സർവാഭിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത്. ലഗ്നത്തിൽ നിൽക്കുന്നത് ശുക്രനാണ്. അപ്പോൾ സൗന്ദര്യപരമായ കാര്യങ്ങളിലൊക്കെ, ശാരീരികമായ കാര്യങ്ങളൊക്കെ പ്രത്യേക ശ്രദ്ധ വയ്ക്കുന്ന ഒരു സമയമാണ്. 4ാം ഭാവാധിപതി സർവാഭിഷ്ടസ്ഥാനത്തേക്ക് നേരം കൊണ്ട് കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ടും കുടുംബക്കാരുമൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാനും ഒക്കെ ആയിട്ട് യോഗമുള്ളൊരു സമയമാണ്. അപ്പോൾ ഇതുവരെ കാണാതിരുന്ന കുറേ നാളുകളായി കാണാതിരുന്ന സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ കുടുംബക്കാർ, ബന്ധുക്കൾ, ഇവരോടൊക്കെ കൂടി സമയം ചെലവഴിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടൊക്കെ മാനസികമായിട്ട് നല്ല സന്തോഷമുണ്ടാകും. പിന്നെ തൊഴിൽ മേഖലയിലുള്ളൊരു പ്രശ്നം എന്നാൽ സഹായസ്ഥാനാധിപതി അഷ്ടമാധിപത്യം വഹിച്ച് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് കൂടെ പ്രവൃത്തിയെടുക്കുന്ന സഹപ്രവർത്തകർ, സഹായികൾ, ഇവരെ പെരുമാറ്റം ചില സമയത്ത് നമുക്ക് തൊഴിൽ മേഖലയിൽ കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അഭിഷേകം, നെയ്യഭിഷേകമോ പാലഭിഷേകമോ ചെയ്യുക. അതേപോലെ ഒരു നാരങ്ങാമാല, 21 നാരങ്ങ കൊണ്ടൊരു നാരങ്ങാമാല ചേർത്തുക, പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കർമ്മ സംബന്ധമായിട്ടുള്ള തടസ്സം മാറും. പിന്നെ ശത്രുദോഷത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കുറേ കാലങ്ങൾക്ക് പഴക്കമുള്ള ശത്രുദോഷമാണ്. അപ്പോൾ എന്തായാലും ആ ശത്രുദോഷ പരിഹാരമായിട്ട് ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് ചെയ്യുകയും നാഗപൂജയും ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.